നമസ്കാരം. ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളിയാണ്. ആന്ധ്രയിൽ ഭരണപക്ഷമായ കോൺഗ്രസിന് ഇനി നേരിടേണ്ടി വരിക പുതിയ ഒരു സൂപ്പർ പവർ ശത്രുവിനെ കൂടിയാണ്. തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത നടപടി കോൺഗ്രസ് സർക്കാരിനെതിരെ വലിയ ശത്രുതയാണ് തെലുങ്ക് സിനിമാ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തെലങ്കാനയിലും ആന്ധ്രയിലും വലിയ സ്വാധീനമുള്ള താരമാണ് അല്ലു അർജുൻ. സൂപ്പർ താരങ്ങളായ ചിരഞ്ജീവി, പവൻ കല്യാൺ, രാംചരൺ തുടങ്ങിയവരുടെ അടുത്ത ബന്ധു കൂടിയായ അദ്ദേഹം കോൺഗ്രസ് സർക്കാരിനെതിരെ നീങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം. അങ്ങനെ സംഭവിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാന ഭരണം തന്നെ കോൺഗ്രസിന് നഷ്ടപ്പെട്ടാലും അതിലൊരു അത്ഭുതവും പെടാനില്ല. ജനങ്ങൾ ഇപ്പോൾ സർക്കാരിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസ് ഒരു മുഖം നിൽക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് ചെന്ന് വീണത് അപ്പാടെ ഒരു കുഴിയിൽ തന്നെയായിരുന്നു. അതായത് അവനവൻ കുഴിച്ച കുഴിയിൽ തന്നെയാണ് കോൺഗ്രസ് ചെന്ന് വീണത്. അല്ലു അർജുനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിനെ അറസ്റ്റ് ചെയ്യാൻ, അതായത് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവരികയും അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വിടുതൽ ഹർജി കോടതി പരിഗണിക്കുന്നത് കാത്തു നിൽക്കാതെ വലിച്ചടിച്ച് കീഴ്ക്കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്താൽ സാധാരണഗതിയിൽ ആന്ധ്രാപ്രദേശിലെ ജനങ്ങളും തെലങ്കാനയിലെ ജനങ്ങളും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ പ്രതികരണം ഇങ്ങനെയായിരിക്കില്ല. സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കുന്ന രീതിയിലായിരിക്കും അവരുടെ പ്രതികരണം. അവസാനം ജില്ലാ കളക്ടർക്ക് 144 പ്രഖ്യാപിക്കേണ്ട സ്ഥിതി വരും. മിനിമം ഒരു 5 ബസ്സെങ്കിലും അവർ കത്തിക്കും. ഒരു 25 സർക്കാർ വാഹനങ്ങൾ അട്ടിച്ചു തകർക്കും. ഒരു 2 ആത്മഹത്യാ ശ്രമങ്ങളും, അതായത് പെട്രോളോ മണ്ണെണ്ണയോ വെച്ചൊരു ആത്മഹത്യാ ശ്രമങ്ങളെങ്കിലും ഉണ്ടാകും. പക്ഷെ ജനം അതിന് മുതിർന്നില്ല. പക്ഷെ ജനരോക്ഷം ഉള്ളിലൊതുക്കി മിണ്ടാതിരുന്നു. പക്വതയോടെ കോടതി വിധികൾക്കായി കാത്തിരുന്നു. അല്ലുവിനെ എങ്ങനെയും ജയിലിലാക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾ സസൂക്ഷ്മം അവർ നിരീക്ഷിച്ചു. വിജയ്ക്ക് പനി വന്നാൽ നെഞ്ചത്തടിച്ച് കരയുന്ന കേരള ഫാൻസ് ബോയ്സ് അസോസിയേഷൻ ഇതൊന്നും കാണുന്നില്ലേ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്തായാലും ആ കാര്യത്തിൽ ആന്ധ്രയിലെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. അല്ലു അർജുന്റെ ഏറ്റവും പുതിയ ചിത്രമായ പുഷ്പ 2 ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അല്ലു അർജുനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി തെലങ്കാന പോലീസ് കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 105, 118 വകുപ്പുകളാണ് അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത്. 5 മുതൽ 10 വർഷം വരെ തടവിൽ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത്. ഹൈദരാബാദിലെ പടയ തിയേറ്റർ കോംപ്ലക്സിലാണ് അതിലൊന്നായ സന്ധ്യ തിയേറ്ററിൽ നടന്ന പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്ക് അല്ലു അർജുനും കുടുംബവും ഒപ്പം സിനിമാ സംഘവും എത്തിയിരുന്നു. ഇതോടെയാണ് തിക്കിലും തിരക്കിലും ചിത്രം കാണാൻ എത്തിയ ദിൽഖുഷ് നഗർ സ്വദേശി രേവതി മരിച്ചത്. അല്ലുവും സംഘവും തിയേറ്ററിലേക്ക് എത്തുന്ന വിവരം ഏറെ വൈകിയാണ് പോലീസും അറിഞ്ഞത്. അവർ നേരത്തെ അറിയിച്ചതാണ്, പക്ഷെ പോലീസ് എത്താൻ അവിടെ വൈകി. അതിനാൽ തന്നെ വേണ്ട സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു. അല്ലു അർജുനൊപ്പം ഉണ്ടായിരുന്ന സ്വകാര്യ സെക്യൂരിറ്റി സംഘം ആളുകളെ കൈകാര്യം ചെയ്തതായും പോലീസ് ആരോപിക്കുന്നുണ്ട്. അല്ലു അർജുനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, മനഃപൂർവ്വം ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അല്ലു അർജുനെ പോലെയുള്ള ഒരു സൂപ്പർ താരം വരുന്നു, അതുപോലെ തന്നെ പുഷ്പ 2 സംവിധായകർ അടക്കമുള്ളവർ വരുന്നു, പിന്നണി പ്രവർത്തകർ വരുന്നു എന്ന് പോലീസിനെ അറിയിച്ചപ്പോൾ ഒരു പോലീസ് എന്ന രീതിയിൽ അവിടെ ക്രമസമാധാനം ഒരുക്കേണ്ടതും അവിടെ സെക്യൂരിറ്റി ഒരുക്കേണ്ടതും ജനങ്ങളെ പിടിച്ച് റെഡിയാക്കി നിർത്തേണ്ടതും പോലീസിന്റെ ഉത്തരവാദിത്തമായിരുന്നു. അവിടെ ആന്ധ്രാപ്രദേശിന്റെ പോലീസ് പരാജയപ്പെട്ടു. അല്ലു അർജുനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അങ്ങനത്തെ കേസുകളാണ് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പാണ് തികച്ചും നാടകീയമായ ജൂബിലി ഹിൽസിൽ വസതിയിൽ വെച്ച് അല്ലു അർജുനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കെ കോടതി തീരുമാനം വരും മുമ്പ് അല്ലുവിനെ അറസ്റ്റ് ചെയ്തത് എന്തിനു വേണ്ടിയാണെന്ന ചോദ്യമാണ് അല്ലു അർജുന്റെ ആരാധകരും ആന്ധ്രാപ്രദേശിലെ ജനങ്ങളും സിനിമാ പ്രവർത്തകരും ഇപ്പോൾ ചോദിക്കുന്നത്. തിയേറ്ററിൽ താരമെത്തുന്ന കാര്യം പോലീസിനെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടെന്ന് അവർ തെളിവ് സഹിതമാണ് ഇപ്പോൾ കാണിച്ചത്. ജാമ്യത്തിൽ ഇറങ്ങുന്ന അല്ലു അർജുൻ തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാരിന് കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തന്നെയാണ് ഇന്നലെ മുതൽ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ഓരോ ചർച്ചകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആന്ധ്രയിൽ അല്ലു അർജുന്റെ ബന്ധു കൂടിയായ സൂപ്പർ താരം പവൻ കല്യാണിനെ മുൻനിർത്തിയാണ് TDP നേതാവ് ചന്ദ്രബാബു നായിഡു ഭരണം പിടിച്ചിരിക്കുന്നത്. നിലവിൽ പവൻ കല്യാൺ ആന്ധ്ര മുഖ്യമന്ത്രി കൂടിയാണ്. സിനിമയും രാഷ്ട്രീയവും ഇടകലർന്ന തെലുങ്ക് മണ്ണിൽ അല്ലു അർജുൻ പരസ്യമായി കോൺഗ്രസ് സർക്കാരിനെതിരെ പട നയിച്ചാൽ അത് തെലങ്കാന സർക്കാരിന് വലിയ ക്ഷീണവും കടുത്ത വെല്ലുവിളിയുമായി മാറും. 119 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് 64 സീറ്റുകളാണുള്ളത്. BRS 39, BJPക്ക് 8 സീറ്റുമാണ് നിയമസഭയിലുള്ളത്. കോൺഗ്രസ് സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ നടത്തിയ അറസ്റ്റ് നാടകം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ കരുതുന്നുണ്ട്. കോൺഗ്രസ് സർക്കാരിനെതിരെ അല്ലു അർജുൻ തന്നെ പട നയിക്കാൻ ഇറങ്ങുന്നതോടെ തെലങ്കാനയുടെ മണ്ണിൽ നിന്നും കോൺഗ്രസ് തുടച്ചു നീക്കപ്പെടും എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ.
ഇത് BJP സർക്കാരിന് ഏറ്റവും വലിയൊരു ലോട്ടറിയാണ് പഠിച്ചിരിക്കുന്നത്. അല്ലു അർജുന്റെ കേസിൽ BJP ഇപ്പോൾ ഇടപെട്ട് കഴിഞ്ഞാൽ അത് തമിഴ് ജനതയുടെ, അതായത് ആന്ധ്ര ജനതയുടെ മനസ്സിൽ, ആന്ധ്രാപ്രദേശ് ജനതയുടെ മനസ്സിൽ BJPക്കെതിരെ ഒരു പടി കൂടെ ഒരു സന്തോഷമുണ്ടാവും, ഒരു പടി മുകളിലേക്ക് എത്തും. അത് വരുന്ന തിരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.